A+ കൊണ്ട് കുളിപ്പിക്കും, സ്കോർ കൊണ്ട് മൂടും. 9ാം ക്ലാസ് ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ സീരീസിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് എൻ്റെ ഒരുപാട് മക്കൾക്ക് സംശയമുള്ള, ഒരുപാട് മക്കൾക്ക് കൺഫ്യൂഷനുള്ള, മാറിപ്പോകാറുള്ള ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഈ 4 സാധനങ്ങളാണ് ഒന്നാം പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ഇതിലേതോ ഒന്ന് ചോദിച്ചിരിക്കും. അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷേ എൻ്റെ ഒരുപാട് മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, തെറ്റിപ്പോകുന്ന, മാറിപ്പോകുന്ന കാര്യമാണ്. ഇനി എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യില്ല, മാറിപ്പോകില്ല. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ഡിഫ്യൂഷൻ എന്നാണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന്, കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് എന്ത് ചെയ്യുക, തന്മാത്രകൾ സഞ്ചരിക്കുക. ഇതിൻ്റെ പേരാണ് എന്ത്, സിമ്പിൾ ഡിഫ്യൂഷൻ അഥവാ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ മക്കൾ നോക്കിക്കോ, മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ സഞ്ചാരമാണ് എവിടുന്ന്, ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് എന്ത്, ഡിഫ്യൂഷൻ. നമ്മൾ സാധാരണ കാണുന്ന ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമ്മൾ റൂമിൻ്റെ ഏതിന് ഭാഗത്ത്, നമ്മളൊരു റൂം, ആ റൂമിൻ്റെ തലക്ക് നമ്മൾ എന്ത് എയർ ഫ്രഷനർ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുക. ആ ഭാഗത്ത് എയർ ഫ്രഷനർ എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്താൽ ആ സ്പ്രേയുടെ സ്മെല്ല് ആ റൂമിൽ മൊത്തം കിട്ടുന്നില്ലേ? അതെന്താണ്, ആ സ്പ്രേ ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ ഗാഢത കൂടുതലാണ്. സ്പ്രേൻ്റെ ആ പെർഫ്യൂമിൻ്റെ ഗാഢത കൂടുതലാണ്. ഈ ഭാഗത്തൊക്കെ ഗാഢത കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊക്കെ പരക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആ റൂമിൻ്റെ തലക്ക് നിൽക്കുന്ന നമുക്കും അതിൻ്റെ സ്മെല്ല് കിട്ടുന്നത്. അഥവാ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തോട്ട് എന്ത് സഞ്ചരിക്കുക, ആ തന്മാത്രകൾ സഞ്ചരിക്കുക. ഇതാണ് എന്ത്, ഡിഫ്യൂഷൻ. ഇനി എൻ്റെ മക്കൾക്ക് തെറ്റാൻ വേണ്ടി പാടില്ല. ഈ സ്പ്രേ അടിക്കുന്ന ഉദാഹരണം എന്ത് ചെയ്യുക, മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കുക. ഡിഫ്യൂഷൻ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ തന്നെയാണ്, ചെറിയൊരു മാറ്റമുള്ളൂ. നോക്കിക്കോ, ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ്റെ ഒരു പോയിന്റ് മാറ്റുന്നു. എന്താണ് പോയിന്റ് നോക്കിക്കോട്ടോ. നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ സഞ്ചാരമാണ് ഗാഢത കൂടിയോടുത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക്. ഓസ്മോസിസും തന്മാത്രയാണ്. പക്ഷെ മാറ്റം എന്താണെന്നറിയോ, ജലതന്മാത്രകളാണ്. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ്, വെറും മോളിക്യൂൾസ് അല്ല. വാട്ടർ മോളിക്യൂൾസ്, ജലതന്മാത്രകൾ ഗാഢത കൂടിയോടുത്തുനിന്ന് കുറഞ്ഞോടത്ത് പോണിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓസ്മോസിസ്. അത് മാത്രമല്ല, ഒരു ചെറിയ പോയിന്റ് കൂട്ടി കൊടുക്കണം. ഹയർ കോൺസെൻട്രേറ്റ് ലെവൽ ടു ലോവർ കോൺസെൻട്രേറ്റ് റീജിയൻ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഡിഫ്യൂഷൻ തന്നെയാണ്. ഇതിലൊരു മാറ്റം എന്താണെന്ന് അറിയോ, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തോട്ട് സഞ്ചരിക്കുന്നത് ഡിഫ്യൂഷനാണ്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് ജലതന്മാത്രകൾ എന്ത് ചെയ്യുക, ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സഞ്ചരിക്കുന്നത് എന്താണ് മക്കളെ, അതെന്താണ്, അത് ഓസ്മോസിസ് ആണ്. എൻ്റെ മക്കളോട് ചോദിക്കാം അല്ലേ, നമ്മളെ ഉണക്കമുന്തിരി വള്ളത്തിലിടുമ്പോൾ വീർക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിടുമ്പോൾ ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ റിയോ ലീഫ് കട്ട് ചെയ്തിട്ട് ശുദ്ധജലത്തിലും ഉപ്പിലായിട്ടൊരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണം നമ്മൾ ടെക്സ്റ്റിൽ ചെയ്യുന്നുണ്ട്. അല്ല, ചുരുങ്ങാനും വീർക്കാനുള്ള കാരണം എന്താണ് ഉത്തരം? ഒരേ ഒരു ഉത്തരം, എല്ലാ ചോദ്യത്തിനും ഒരേ ഒരു ഉത്തരം. എന്താണ് മക്കളെ? ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് ആണ്. സെറ്റല്ലേ? ഇനി എന്താണ് മക്കളെ, ഇനി എന്താണ് ഡിഫ്യൂഷനും ഓസ്മോസിസും പറഞ്ഞു കഴിഞ്ഞു. ഡിഫ്യൂഷൻ ഒന്നുകൂടി പറയുന്നു. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് തന്നെ മാത്രം സഞ്ചരിക്കുക. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് ജലതന്നെ മാത്രം സഞ്ചരിക്കുക, വാട്ടർ മോളിക്യൂൾ സഞ്ചരിക്കുക, പ്ലസ് ഏതിലൂടെ സഞ്ചരിക്കുന്നു, ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയുള്ള സഞ്ചാരമാണ്. ഇനി അടുത്തത് നോക്കിക്കോ, അടുത്തത് ആരാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ. ഇത് അതിനേക്കാൾ ഒരു പോയിന്റ് കൂടുതൽ അധികം ഉണ്ട്. ഏതില്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് അല്ലേ. സാധാ ഡിഫ്യൂഷൻ എന്താണ്, ഒരു ഫെസിലിറ്റി വേണം. സാധാ ഡിഫ്യൂഷൻ പോലെയല്ല. സാധാ ഡിഫ്യൂഷൻ കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്തോട്ട് ഓട്ടോമാറ്റിക്കലി ആര് സഞ്ചരിക്കും, തന്മാത്ര സഞ്ചരിക്കും. പക്ഷേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ ഒരു ഫെസിലിറ്റി അധികം വേണം, ഒരു സൗകര്യം വേണം. എന്താ സൗകര്യം നോക്കി കേട്ടോ. ഡിഫ്യൂഷൻ ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർട്ടേൻ പ്രോട്ടീൻ ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. ആ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഏതാണ് ആ സൗകര്യം? പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ, ചില വാഹ പ്രോട്ടീനുകളുടെ സഹായം ആർക്ക് ആവശ്യമാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കാൻ ആവശ്യമാണ്. അഥവാ വാട്ട് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വെച്ചാൽ നമുക്ക് എന്തിനു പറ്റും? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ലെവൽ ടു ലോവർ കോൺസെൻട്രേഷൻ ലെവൽ
എന്തിൻ്റെ ഒപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർട്ടൻ പ്രോട്ടീൻ ഇൻ പ്ലാസ്മ മെംബ്രെയിന് പ്ലാസ്മ ശരീരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് ആര് സഞ്ചരിക്കുക, നമ്മളെ തന്മാത്ര സഞ്ചരിക്കുക. ഇതാ അവിടെ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് നമ്മൾ സാധാ ഡിഫ്യൂഷനാണ്. എന്താണ് സാധാ ഡിഫ്യൂഷൻ? കൂടിയ കോൺസെൻട്രേഷന് കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് എന്ത് സഞ്ചരിക്കുന്നതാ തന്മാത്രകൾ സഞ്ചരിക്കുന്നു. ഇതെന്താണ് സാധാ ഡിഫ്യൂഷനാണ്. ഇനി നോക്കിക്കോട്ടോ, കൂടിയ കോൺസെൻട്രേഷന് കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് ആര് സഞ്ചരിക്കുന്നു? നമ്മുടെ തന്മാത്ര സഞ്ചരിക്കുന്നു. പക്ഷേ ആരുടെ സഹായം ആവശ്യമുണ്ട്? കണ്ടല്ലേ ഈ കളർ ഉണ്ടല്ലോ, ഇത് ഈ സാധനം ഇതെന്താണ് മക്കളെ? വാഹക പ്രോട്ടീനാണ്. ആ പ്രോട്ടീനുകളുടെ സഹായത്താൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി എന്താണ് സാറേ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അഥവാ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? നോക്കിയാലോ, വീണ്ടും ചെറിയ മാറ്റം വരുത്തുന്നു. നോക്കിക്കോളൂ ഇതാ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിലാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ ആ ഒരു ഗാഢതയുടെ അളവുണ്ടായിരുന്നു. കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞോട്ട് സഞ്ചരിക്കുക. അത് സ്വാഭാവികമായിട്ട് സഞ്ചരിച്ചോളും. പ്രത്യേകിച്ച് എന്തില്ല, മല്ലിക്കെട്ടൊന്നുമില്ല. നമ്മൾ പ്രത്യേക കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കണം, വാഹക പ്രോട്ടീൻ കൊടുക്കണം. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞോടത്ത് നിന്ന് കൂടിയോടത്തേക്ക് പോവുക. ഓൾറെഡി കുറവാണ്, ഇനി എന്ത് ചെയ്യുക? കൂടിയ സ്ഥലത്തേക്ക് കൊടുത്തേക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എനർജി കൊടുക്കേണ്ടി വരും, ഊർജം ആവശ്യമായിട്ട് വരും. മറ്റേത് കൂടിയോടത്ത് കുറഞ്ഞോടത്തേക്ക് സ്വാഭാവികമായിട്ട് സംഭവിച്ചോളും. പക്ഷേ ഓൾറെഡി കുറവ് ഗാഢതയാണുള്ളത്. അവിടെ നിന്ന് കൂടുതൽ ഗാഢതയുള്ളിടത്തേക്ക് കുറച്ചുള്ളിടത്ത് നിന്ന് കൂടിയെടുത്ത് കൊടുക്കണം. അപ്പോൾ സാധാ പോലെ കൊടുക്കൂല. നമ്മൾ ഊർജം കൊടുത്തിട്ട് അതിനെ ചെയ്യിപ്പിക്കേണ്ടി വരും. ആ ഊർജം ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. നോക്കിക്കോ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻ. കാരിയർ പ്രോട്ടീൻ വേണം, എന്ത് വേണം? ആൻഡ് യൂസിങ് എനർജി, അത് ഊർജം ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ നോക്കിക്കോ, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് വാഹക പ്രോട്ടീനിന്റെ സഹായത്തോടെ ഊർജം ഉപയോഗിച്ചുള്ള തന്മാത്ര സഞ്ചാരമാണ് ആര്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചിത്രം നോക്കിക്കോ, എന്താണ് സാറേ? ലോവർ കോൺസെൻട്രേഷന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോകുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? വാഹക പ്രോട്ടീനിന് സഹായമുണ്ട്. അത് മാത്രമാണോ? അല്ല, ATP ഉപയോഗിക്കുന്നുണ്ട്, അഥവാ ഊർജം ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എൻ്റെ മക്കൾ നോക്കിക്കോ, ഒന്നുകൂടി പറയാണ്, ഡിഫ്യൂഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട് സഞ്ചരിക്കുക. ഓസ്മോസിസ് അത് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്ത് സഞ്ചാരമാണ്, പക്ഷേ ജലതന്മാത്ര സഞ്ചാരമാണ്. ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഏതിലൂടെ സഞ്ചരിക്കുക? സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ്, അർദ്ധധാര സ്ഥലത്തിലൂടെയാണ്. പിന്നെന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സാധാ ഡിഫ്യൂഷൻ തന്നെ ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കണം. എന്താണ്? ഒരു വാഹക പ്രോട്ടീനിൻ്റെ സഹായം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കുറഞ്ഞ ഗാഢത അല്ലേ, ലോവർ കോൺസെൻട്രേഷന് ഹയർ കോൺസെൻട്രേഷനോട്ട് പോകണം. അപ്പോൾ വെറുതെ പോകില്ല, സ്വാഭാവികമായിട്ടും എന്ത് വേണ്ടി വരും? വാഹക പ്രോട്ടീന് വേണം. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? ഊർജ്ജം കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണം. അഥവാ നമ്മൾ എന്ത് ഉപയോഗിക്കണം? എനർജിയും ആവശ്യമായിട്ട് വരും. ഇതാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡിഫ്യൂഷനും ഓസ്മോസിസും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും മാറിപ്പോകരുത്. റെഡിയല്ലേ മക്കളെ? മക്കൾക്ക് ഡൗട്ടുള്ള ഏത് പാഠത്ത് നിന്ന് ഏത് പോയിന്റാണ് ഡൗട്ടുള്ളത് മക്കൾ കമൻറ്റ് ചെയ്തോ. അടുത്തത് നമ്മൾ ആ കണ്ടന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. എൻ്റെ മക്കൾക്ക് അത് സെറ്റാക്കി തരുന്നു. ഇത് മാസിൻ്റെ ഉറപ്പ്, എജുപോർട്ടിൻ്റെ ഉറപ്പ്. താങ്ക് യു.